നമസ്കാരം. എല്ലാവർക്കും റാങ്ക് മേക്കിംഗ് കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു വിശകലനത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫെബ്രുവരി 2026-ലെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ PSC പരീക്ഷാ തയ്യാറെടുപ്പിൽ ഒരു റാങ്ക് ഉറപ്പിക്കാൻ സഹായിക്കുന്ന പോയിന്റുകളാണിവയോരോന്നും. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? നമുക്ക് തുടങ്ങിയാലോ? കറണ്ട് അഫയേഴ്സ്. ഈ ഒരു കടമ്പ കടന്നാൽ റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താം. അതിന് നിങ്ങൾ തയ്യാറാണോ? തീർച്ചയായും തയ്യാറാവണം, അല്ലേ? കാരണം ഓരോ മാർക്കിനും ഇവിടെ വലിയ വിലയുണ്ട്. പക്ഷെ പേടിക്കേണ്ട, ശരിയായ രീതിയിൽ പഠിച്ചാൽ നമുക്ക് ഒരുമിച്ച് ഈ ലക്ഷ്യം നേടാം. അതിന് നിങ്ങളെ സഹായിക്കാനാണ് ഞാനിവിടെയുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തുടങ്ങുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്നുള്ള വാർത്തകളാണ്. ഇവയൊക്കെ റാങ്ക് മേക്കിംഗ് പോയിന്റുകളാണ്, അതുകൊണ്ട് ഒരൽപ്പം പോലും ശ്രദ്ധ തെറ്റരുത്. ആദ്യത്തെ പോയിന്റ് ഒരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ്. 2026-ലെ കെ കരുണാകരൻ സ്മാരക പുരസ്കാരം. ഇത് കിട്ടിയിരിക്കുന്നത് ആർക്കാണെന്നറിയാമോ? നമ്മുടെ മുൻ നിയമസഭാ സ്പീക്കറായിരുന്ന ശ്രീ തേരമ്പിൽ രാമകൃഷ്ണനാണ്. പരീക്ഷയ്ക്ക് വെറുതെ പേര് മാത്രം പഠിച്ചാൽ പോരാ, അദ്ദേഹം ആരായിരുന്നു എന്നും കൂടി ഓർക്കണം. അപ്പോൾ ഓർക്കുക, തേരമ്പിൽ രാമകൃഷ്ണൻ, മുൻ നിയമസഭാ സ്പീക്കർ. അടുത്ത പോയിന്റ്, ഇത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ISR ചന്ദ്ര. ഈ പേര് കേൾക്കുമ്പോൾ ചന്ദ്രൻ എന്നൊക്കെ കേട്ട് ഇത് വല്ല റോക്കറ്റോ ഉപഗ്രഹമോ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയല്ല കേട്ടോ. സംഭവം നമ്മുടെ കോഴിക്കോടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, അതായത് ISR, വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ തരം കുരുമുളകാണ്. അത്യുൽപാദന ശേഷിയുള്ള ഒരു കിടിലൻ കുരുമുളകിനം. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുണ്ട്, ISR ചന്ദ്ര എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കുരുമുളക്. മറക്കൽ. ഇനി പറയുന്നത് ഒരു വിയോഗ വാർത്തയാണ്. പക്ഷേ പരീക്ഷയുടെ കണ്ണിൽ ഇതൊരു റെക്കോർഡാണ്. മുൻ മാവേലിക്കര MLA ആയിരുന്ന ശ്രീ M മുരളി അന്തരിച്ചു. അദ്ദേഹത്തെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഒരു അപൂർവ റെക്കോർഡിന്റെ പേരിലാണ്. എന്താണെന്നല്ലേ? കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ച വ്യക്തി അദ്ദേഹമാണ്. ഈ പോയിന്റ് ഒന്ന് അടിവരയിട്ട് വെച്ചോളൂ. ഏറ്റവും കൂടുതൽ സ്വകാര്യ ബില്ലുകൾ ആരവതരിപ്പിച്ചു? ഉത്തരം M മുരളി. ശരി, ഇനി നമുക്ക് നേരെ സിനിമയുടെ ലോകത്തേക്ക് വരാം. ആദ്യം മലയാള നടി PK റോസിയുടെ പേരിലുള്ള 2026-ലെ ഫിലിം അവാർഡ്. ഇത് ലഭിച്ചത് പ്രശാന്ത് ഈഴവനാണ്. അദ്ദേഹത്തിന് ഈ പുരസ്കാരം കിട്ടിയത് ഒരു ജാതി പിള്ളേരീട എന്ന സിനിമ സംവിധാനം ചെയ്തതിനാണ്. നമ്മുടെ കേരള വാർത്തകളിലെ അവസാനത്തെ പുരസ്കാരം, സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2026-ലെ ദേശാഭിമാനി പുരസ്കാരം. ഇത് കിട്ടിയിരിക്കുന്നത് പ്രശസ്ത സാഹിത്യകാരനായ ആനന്ദിനാണ്. ഈ പേര് മറക്കരുത്, ആനന്ദ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇനി നമുക്ക് നേരെ ദേശീയ തലത്തിലേക്ക് പോകാം. ഇവിടെയും ഒരുപാട് പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഇതൊരു സന്തോഷ വാർത്തയാണ്. അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റിൽ 2026-ൽ ഇന്ത്യയാണ് ജേതാക്കൾ. ഫൈനലിൽ നമ്മൾ തോൽപ്പിച്ചത് ഇംഗ്ലണ്ടിനെയാണ്, അതും 100 റൺസിന്. ഫൈനലിലെ ഹീറോ ആരായിരുന്നെന്നറിയുമോ? സെഞ്ചുറി നേടിയ വൈഭവ് സൂര്യവംശി. ഈ പേരോർത്ത് വെച്ചോണേ, വൈഭവ് സൂര്യവംശി. ഇനി കേന്ദ്ര ബജറ്റ് 2026-ലെ ഒരു പ്രധാന പ്രഖ്യാപനം. നമ്മുടെ രാജ്യത്ത് 7 പുതിയ അതിവേഗ റെയിൽ ഇടനാഴികൾ വരാൻ പോകുന്നു. മുംബൈ, പുണെ പോലെയുള്ള റൂട്ടുകളൊക്കെ ഇതിൽപ്പെടും. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആ നമ്പർ ഓർത്തുവയ്ക്കുക. എത്ര പുതിയ ഇടനാഴികൾ? 7. ബജറ്റിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സാമ്പത്തിക വാർത്ത, സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ, അതായത് SGBകളിലെ അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് ഒരു പുതിയ നികുതി വരുന്നുണ്ട്. 2026 ഏപ്രിൽ മുതൽ 12.5% ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് അഥവാ LTCG നൽകേണ്ടിവരും. പരീക്ഷയ്ക്ക് ഈ ശതമാനം വളരെ പ്രധാനമാണ്. ഓർക്കുക, 12.5%. അടുത്തത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. ഗുജറാത്തിലെ നൽ സരോവർ പക്ഷി സങ്കേതത്തിൽ പക്ഷികളുടെ എണ്ണത്തിൽ 21% വലിയൊരു വർധനവുണ്ടായി. ഇത് നല്ല കാര്യമാണെങ്കിലും പരീക്ഷയ്ക്ക് സാധാരണയായി ചോദിക്കുക ആ സ്ഥലം എവിടെയാണെന്നാണ്. അതുകൊണ്ട് ചോദ്യം ഇങ്ങനെ പ്രതീക്ഷിക്കാം: നൽ സരോവർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം മറക്കരുത്, ഗുജറാത്ത്. ഹക്കി പിക്കി ഗോത്രം. അടുത്തിടെ വാർത്തകളിൽ വന്ന ഒരു ഗോത്ര വിഭാഗമാണിത്. ഇവർ ഏത് സംസ്ഥാനത്തു നിന്നുള്ളവരാണെന്നറിയാമോ? കർണാടക. ഈ പേര് ഓർക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. കന്നഡയിൽ ഹക്കി എന്ന് പറഞ്ഞാൽ പക്ഷി, പിക്കി എന്ന് പറഞ്ഞാൽ പിടിക്കുന്നവർ. അപ്പോൾ ഹക്കി പിക്കി എന്ന് വെച്ചാൽ പക്ഷിപിടുത്തക്കാർ. സിമ്പിളല്ലേ? ഇനി മറക്കില്ലല്ലോ. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നുള്ള ഒരു അത്ഭുത വാർത്ത. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബയോമിമെറ്റിക് ഇൻ്റലിജന്റ് റോബോട്ട്. ഇതിന്റെ പേരാണ് മോയ. മനുഷ്യരെപ്പോലെ ചിരിക്കാനും സംസാരിക്കാനും കഴിവുള്ള ഈ റോബോട്ടിനെ നിർമ്മിച്ചത് ചൈനയിലെ ഡ്രോയിഡ്സ് AI എന്ന കമ്പനിയാണ്. നമ്മൾ ഓർക്കേണ്ട 2 കാര്യങ്ങൾ: റോബോട്ടിന്റെ പേര് മോയ, രാജ്യം ചൈന. ശരി, ഇനി വളരെ വേഗത്തിൽ നമുക്ക് അന്താരാഷ്ട്ര കായികരംഗത്ത് ചില പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി നോക്കാം. ഇത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. 2027-ൽ നടക്കുന്ന
ഏഷ്യൻ റൈഫിൾ ആൻഡ് പിസ്റ്റൾ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയാണ്. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്, നോട്ട്ബുക്കിൽ കുറിച്ചുവെച്ചോളൂ. വനിതാ പ്രീമിയർ ലീഗ്, അതായത് WPL 2026 കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ RCB. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെയാണ് അവർ തോൽപ്പിച്ചത്. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് അവരുടെ തുടർച്ചയായ 3ാം കിരീടമാണ്, ഒരു ഹാട്രിക് വിജയം. ഓക്കേ, നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോയെന്ന് നോക്കണ്ടേ? അതിനായി ഒരു റാപ്പിഡ് ഫയർ റിവിഷനും ഒരു ചെറിയ ക്യൂസും. എല്ലാവരും റെഡിയല്ലേ? നമുക്ക് വേഗത്തിലൊന്ന് ഓർത്തെടുക്കാം. കെ കരുണാകരൻ അവാർഡ് തേരമ്പിൽ രാമകൃഷ്ണൻ. പുതിയ കുരുമുളകിനം ISR ചന്ദ്ര. ഏറ്റവും കൂടുതൽ സ്വകാര്യ ബില്ലുകൾ M മുരളി. ഹക്കി പിക്കി ഗോത്രം കർണാടക. അണ്ടർ-19 ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യ. WPL ജേതാക്കൾ RCB. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ശരി, അപ്പോ ആദ്യത്തെ ചോദ്യം, സാഹിത്യത്തിനുള്ള 2026 ദേശാഭിമാനി പുരസ്കാരം നേടിയത് ആരാണ്? ഒന്നാലോചിച്ചു നോക്കൂ. ഉത്തരം മഹാനായ എഴുത്തുകാരൻ ആനന്ദ്. ശരിയാക്കിയവർക്ക് അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, 2026 ഏപ്രിൽ മുതൽ സോവറിൻ ഗോൾഡ് ബോണ്ടുകളിൽ നിന്നുള്ള ലാഭത്തിന് എത്ര ശതമാനം നികുതിയാണ് ചുമത്തുന്നത്? ആ നമ്പർ ഓർമ്മയുണ്ടോ? ഉത്തരം 12.5%, അതായത് 12.5% LTCG. അവസാനത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ ബയോമിമെറ്റിക് ഇന്റലിജന്റ് റോബോട്ടായ മോയ നിർമ്മിച്ചത് ഏത് രാജ്യമാണ്? ഉത്തരം ചൈന. അപ്പോൾ എത്ര പേർക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം കിട്ടി? നിങ്ങളുടെ സ്കോർ കമന്റ് ചെയ്യാം. എല്ലാം ശരിയാക്കിയെങ്കിൽ വളരെ നല്ലത്, നിങ്ങളുടെ പഠനം ശരിയായ ദിശയിലാണ്. ഇനി തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു വിഷമവും വേണ്ട, ഈ പോയിന്റുകൾ ഒന്നുകൂടി ഉറപ്പിക്കുക. പഠനം തുടരുക. അടുത്ത വിശകലനവുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ.